സോ ഹായ് മക്കൾസ്, വെൽക്കം ബാക്ക് ടു എജ്യൂപോർട്ട്. എല്ലാവർക്കും എജ്യൂപോർട്ടിന്റെ 9ാം ക്ലാസ്സിലെ CBSE ക്ലാസ് ആയിട്ട് സ്വാഗതം. സോ മക്കൾസ്, എൻ്റെ പേര് മുഞ്ചിദ് അബ്ദുൽ സലാം എന്നാണ്. സ്നേഹമുള്ളവരെന്നെ മാസ്റ്റർ എന്നാണ് വിളിക്കല്. മുഞ്ചിദിന്റെ എം, അബ്ദുലിന്റെ എ, സലാമിന്റെ എസ്, അങ്ങനെ എന്നെ വിളിക്കാറുള്ളത് മാസ്റ്റർ എന്നാണ്. പോട്ടെ, നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ശ്രദ്ധിച്ചോന്ന് അറിയില്ല, കഴിഞ്ഞ പ്രാവശ്യം നിന്നും ഈ പ്രാവശ്യത്തിന്റെ സയൻസിന്റെ CBSE സയൻസിന് ടെക്സ്റ്റ് ബുക്ക് മാറിയിട്ടുണ്ട്. ആ സയൻസിലെ ഒന്നാമത്തെ ചാപ്റ്ററിന്റെ പേര് നിങ്ങൾക്ക് അറിയാം, എക്സ്പ്ലോറേഷനിലെ എൻറ്ററിങ് ദ വേൾഡ് ഓഫ് സെക്കൻഡറി സയൻസ്. ഈ ചാപ്റ്റർ ഡിസ്കസ് ചെയ്യുന്നത് ബഹുമാനപ്പെട്ട ബയോളജിക്കാരാണ്. സോ ഈ ചാപ്റ്ററിനെ പറ്റിയിട്ടും ടോട്ടലി ഈ ഒരു ബുക്കിനെ പറ്റിയിട്ടുമാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. റെഡി അല്ലേടാ? നിങ്ങൾക്ക് ടെക്സ്റ്റ് ഒക്കെ ശ്രദ്ധിച്ചാൽ അറിയാൻ വേണ്ടി പറ്റുക, ഇതുപോലെയാണ് ഇതിന്റെ കവർ പേജ് ഉണ്ടായിരിക്കുക അല്ലേ? ഈ കഴിഞ്ഞ വർഷങ്ങളിൽ നിന്നും അപേക്ഷിച്ചിട്ട് ഈ വർഷം വന്നൊരു വലിയ മാറ്റമാണ് ഈ ഒരു ടെക്സ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞാൽ. അതായത് കഴിഞ്ഞ വർഷങ്ങൾ വരെ നമ്മൾ സയൻസ് സ്കൂളിൽ ടീച്ചർ എന്ത് ചെയ്യടാ, വളരെ വലിയ രീതിയിൽ നിങ്ങളെ കാണാണ്ട് പഠിപ്പിച്ചു തരും. നിങ്ങൾ വളരെ കഷ്ടപ്പെട്ടത് കാണാണ്ട് പഠിക്കും, എക്സാമിന് അതുപോലെ എഴുതി വെക്കും. എന്നാൽ അതല്ല സയൻസ് പഠിക്കേണ്ട രീതി എന്ന് മനസ്സിലാക്കിയിട്ട് സയൻസ് പഠിക്കേണ്ട കുട്ടികൾക്ക് ഉണ്ടാകേണ്ട ബേസിക് ക്വാളിറ്റീസ് ആണ് ഒരു എന്തൂസിയാസം, അത് പഠിക്കാൻ ഒരു താല്പര്യം, അതുപോലെ ഒരു ഓപ്പൺ മൈൻഡഡ്നെസ്, ശരിയായ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുക. ഇങ്ങനെ സയൻസ് പഠിക്കാൻ നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ക്യൂരിയോസിറ്റി, ഇതൊക്കെ ബിൽഡ് ചെയ്യുക എന്നുള്ള ഒരു വലിയ ഒരു ഗോള് മുന്നിൽ കണ്ടുകൊണ്ടാണ് ഈ പ്രാവശ്യം നമ്മൾ ടെക്സ്റ്റ് റിവൈസ് ചെയ്തത്. സോ ഈ റിവൈസ് ടെക്സ്റ്റ് ബുക്കിന്റെ കവർ പേജാണ് ഇവിടെ കാണുന്നത്. റെഡി ഇല്ലടാ? പ്രധാനപ്പെട്ട മാറ്റം ജസ്റ്റ് ഒന്ന് കൊടുത്തിട്ടുണ്ട്. എന്ത് ചെയ്യുക, നമ്മുടെ കുട്ടികളുടെ മൈൻഡ് സെറ്റ് ചേഞ്ച് ചെയ്യുക. എങ്ങനെ ചേഞ്ച് ചെയ്യടാ? ഫ്രം മെമ്മറൈസിങ് ഫാക്ട് ടു ആക്റ്റീവ് സയൻസ് എക്സ്പ്ലോറേഷൻ. ഒരുപാട് കാണാണ്ട് പഠിക്കുക എന്ന് പറയുന്ന ഒരു വലിയ ബർഡൻ ചെയ്യുന്നില്ല, ആ കാര്യത്തിൽ നിന്ന് മാറിയിട്ട് ഇഷ്ടത്തോടെ സന്തോഷത്തോടെ മനസ്സിലാക്കിയിട്ട് ക്യൂരിയസ് ആയിട്ട് ഒരു എന്തൂസിയാസ്റ്റിക് ആയിട്ട് അതിനെ പഠിക്കാവുന്ന രീതിയിലോട്ട് ഒരു മൈൻഡ് സെറ്റിനെ ഒന്ന് ചേഞ്ച് ചെയ്യുക എന്നുള്ളതാണ് ഈ ഒരു ടെക്സ്റ്റ് ബുക്കിന് തന്നെ ഉദ്ദേശം. റെഡി അല്ലേടാ? നമ്മൾ ഈ പാഠത്തിന്റെ അല്ലെങ്കിൽ ഈ ഒരു ചാപ്റ്ററിൽ പഠിക്കുന്ന ഫുള്ള് സയൻസ് എന്താന്നുള്ളതാണ്. ഈ ടെക്സ്റ്റ് പേര് തന്നെ സയൻസ് എന്നാണല്ലോ. സോ മക്കളെ, സയൻസ് എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഡെഫിനേഷൻ, വളരെ സിമ്പിൾ ഡെഫിനേഷൻ ആണ്. സയൻസ് ഇസ് ദ സിസ്റ്റമാറ്റിക് സ്റ്റഡി ഓഫ് ദ ഫിസിക്കൽ ആൻഡ് നാച്ചുറൽ വേൾഡ് ത്രൂ ഒബ്സർവേഷൻ ആൻഡ് എക്സ്പെരിമെന്റേഷൻ. ഒബ്സർവേഷനിലൂടെയും കൃത്യമായ എക്സ്പെരിമെന്റേഷനിലൂടെയും നമ്മുടെ ചുറ്റുപാടിനെ, എൻവയോൺമെന്റിനെ, നാച്ചുറൽ ആൻഡ് ഫിസിക്കൽ വേൾഡിനെ പറ്റി സ്റ്റഡി ചെയ്യുക. ഇതാണ് വളരെ ബേസിക് ആയിട്ട് പറഞ്ഞാൽ സയൻസ്. നമ്മൾ ഈ എക്സ്പ്ലോറേഷൻ ടെക്സ്റ്റ് ബുക്കിൽ ഈ നമ്മൾ നോക്കുകയെന്നുണ്ടെങ്കിൽ പ്രധാനപ്പെട്ട ഈ വർഷം വന്നിട്ട് മറ്റൊരു മാറ്റമാണ്, പേജിൽ ഇതുപോലത്തെ 2 സിമ്പിൾ കാണാൻ വേണ്ടി പറ്റും. ചില പേജിൽ മാഗ്നിഫൈങ് ഗ്ലാസ് കൊടുത്തിട്ടുണ്ടായിരിക്കും, ചില പേജ് നമ്പറുമ്പോൾ കോമ്പസ് കൊടുത്തിട്ടുണ്ടായിരിക്കും. കഴിഞ്ഞ പ്രാവശ്യം ഇല്ലാത്തൊരു വലിയ മാറ്റമാണ് ഈ ഒരു മാറ്റം എന്ന് പറഞ്ഞാൽ. സാറേ, എന്താണ് ഇത് രണ്ടും ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്? ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും, സ്വാഭാവികമാണ്. നമ്മൾ നോക്കിക്കാടാ, മാഗ്നിഫൈങ് ഗ്ലാസ് ഇതിനെ അല്ലെങ്കിൽ മാഗ്നിഫൈങ് ഗ്ലാസ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് നോക്കിക്കാടാ, നോട്ടീസിങ് പാറ്റേൺസ് ആൻഡ് പേയിങ് അറ്റൻഷൻ ടു വാട്ട് മൈറ്റ് അതർവൈസ് ബി മിസ്ഡ്. ബാക്കിയുള്ളവർ മിസ് ചെയ്യാൻ സാധ്യതയുള്ള പാറ്റേണുകളും മറ്റേ കാര്യം കൃത്യമായിട്ട് ഒബ്സർവ് ചെയ്യുക എന്നുള്ളതാണ് മാഗ്നിഫൈങ് ഗ്ലാസിന്റെ ഇൻഡിക്കേഷൻ, അഥവാ ഇറ്റ് സിംബോളൈസ് കെയർഫുൾ ഒബ്സർവേഷൻ. മാഗ്നിഫൈങ് ഗ്ലാസ് സിംബോളൈസ് കെയർഫുൾ ഒബ്സർവേഷൻ. ആൻഡ് കോമ്പസ് നോക്കടാ, കോമ്പസ് റിമൈൻസ് അസ് ടു എക്സ്പ്ലോറേഷൻ ആൾസോ നീഡ് ഡിറക്ഷൻ. നമ്മൾ ഒരു സയന്റിഫിക് ആയിട്ടുള്ള ഒരു തോട്ടിലൂടെ എക്സ്പ്ലോർ ചെയ്യുന്ന സമയത്ത് അത് കൃത്യമായിട്ട് ഡിറക്ഷൻ വേണം. നമ്മൾ ആകാശത്തെ പറ്റി അല്ലെങ്കിൽ അറ്റ്മോസ്ഫിയറിനെ പറ്റി പഠിക്കുന്ന സമയത്ത് എർത്തിന്റെ ബുക്ക് എടുത്ത് വായിച്ചിട്ട് വലിയ കാര്യമൊന്നുമില്ല, അല്ലെങ്കിൽ എർത്തിന്റെ ക്രസ്റ്റും അതുപോലെ തന്നെ എർത്തിന്റെ ഇൻസൈഡ് കാര്യം പറ്റി പഠിക്കുന്ന ബുക്കിലല്ല നമ്മുടെ അറ്റ്മോസ്ഫിയറിനെ പറ്റിയിട്ടുണ്ടായിരിക്കുക അല്ലേ? സോ കൃത്യമായിട്ട് ഏത് റൂട്ടിലാണോ പഠിക്കുന്നത് കൃത്യമായിട്ടുള്ള ഒരു ഡിറക്ഷൻ ആവശ്യമുണ്ട് എന്ന് നിങ്ങളതൊന്ന് സൂചിപ്പിക്കുന്ന ആ രീതിയിലുള്ള കണ്ടന്റുകൾ വരുന്ന പേജിലാണ് ഇതുപോലത്തെ കോമ്പസ് കൊടുത്തിട്ടുണ്ടായിരിക്കുക. സോ കൂടുതൽ ശ്രദ്ധിക്കേണ്ട പേജിൽ മാഗ്നിഫൈയിങ് ഗ്ലാസും നിങ്ങളൊന്ന് കൃത്യമായിട്ടൊരു അവലോകനം നടത്തേണ്ട പേജിൽ ഒരു കോമ്പസ് എന്ത് ചെയ്തിട്ടുണ്ടായിരിക്കും, കൊടുത്തിട്ടുണ്ടായിരിക്കും. ചൂസിങ് അപ്രോപ്രിയേറ്റ് മോഡൽ, ആസ്കിങ് ദ റൈറ്റ് ക്വസ്റ്റ്യൻസ്, നോയിങ് ദി ലിമിറ്റ്സ് ഓഫ് വേർ അവർ ഐഡിയാസ് അപ്ലൈ. കൃത്യമായിട്ടുള്ള മോഡലുകൾ ഉപയോഗിക്കുക, ശരിയായിട്ട് ചോദ്യങ്ങൾ ചോദിക്കുക, നമ്മുടെ ഐഡിയ അല്ലെങ്കിൽ ലിമിറ്റേഷൻ എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ് ഈ ഒരു ഭാഗത്തിന്റെ അല്ലെങ്കിൽ ആ പേജിൽ നിങ്ങൾക്ക് വരുന്ന കണ്ടന്റിന്റെ പ്രാധാന്യം. റെഡി അല്ലേ? സോ മാഗ്നിഫൈയിങ് ഗ്ലാസ് ആൻഡ് കോമ്പസ്. സോ ഇതാണ് ഈ ചാപ്റ്ററിൽ വന്നിട്ട് അല്ലെങ്കിൽ ഈ ടെക്സ്റ്റ് ബുക്കിൽ വന്നിട്ടുള്ള മറ്റൊരു പ്രധാനപ്പെട്ട മാറ്റം. റെഡി അല്ലേടാ? സോ ഇത്
കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു, കഴിഞ്ഞ പഴയ ബുക്ക് മുന്നൊക്കെ നമ്മൾ സയൻസ് പഠിച്ചിരുന്നത് ഒരുപാട് വെറുതെ കാണാണ്ട് പഠിക്കുക എന്നുള്ളതായിരുന്നു. അതിൽ നിന്നൊക്കെ മാറിയിട്ട് ശരിയായിട്ടുള്ള കുട്ടികളുടെ ആക്റ്റീവായിട്ടുള്ള ഒരു പാർട്ടിസിപ്പേഷൻ നമ്മൾ ഇതിൽ ആഗ്രഹിക്കുന്നുണ്ട്. സോ മക്കൾസ്, ഈ ഒരു ചാപ്റ്റർ നമ്മൾ വളരെ വൃത്തിയായിട്ട് പഠിക്കണം. ഈ ചാപ്റ്ററിൽ എനിക്ക് ഒന്നാമത്തെ നമ്മുടെ എക്സ്പ്ലോറേഷൻ എൻ്ററിങ് ദ വേൾഡ് ഓഫ് സെക്കൻഡറി സയൻസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ കാണാണ്ട് പഠിക്കാൻ ആകെ കുറച്ചേ ഉള്ളൂ. ഇത് കൂടുതലും ഇൻട്രൊഡക്ഷനാണ്. വരുന്ന നമ്മുടെ ഫിസിക്സോ ബയോളജിയോ മാത്സോ കെമിസ്ട്രി ഏതോ ആവട്ടെ, ആ ചാപ്റ്റർക്ക് ആവശ്യമായിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ഇതിൽ ഒന്നാമത്തെ ചാപ്റ്റർ. അത് നമ്മൾ ബയോളജിക്കാർ ഡീൽ ചെയ്യുന്നതാണ്. അതിന് ഓൾറെഡി ലൈവ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് ആ ലൈവ് ഒന്ന് കാണാം കേട്ടോ. ഫുൾ ചാപ്റ്റർ റിവൈസ് ചെയ്തിട്ടുണ്ട്. സോ മക്കൾസ്, ഉഷാറായിട്ട് പഠിക്കുക. ആൻഡ് എജ്യൂപോർട്ടിൻ്റെ സൂപ്പർ ബാച്ചിൽ എന്ത് ചെയ്യടാ, ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇപ്പോൾ ഓഫർ പ്രൈസിൽ ഇതിൻ്റെ അഡ്മിഷൻ നടക്കുന്നുണ്ട്. ആൻഡ് നിങ്ങൾ അഡ്മിഷൻ എടുക്കുന്നവർക്ക് മാത്സ്, ഇംഗ്ലീഷ്, ഹിന്ദി പോലെയുള്ള ക്ലാസ്സുകളുടെയൊക്കെ ബേസിക്സ് ഫ്രീ ആയിട്ടാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മുടെ എജ്യൂപോർട്ടിൽ നിന്നുള്ള ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകൾ, CBSE എക്സാമിൻ്റെ ടൈം ടേബിളുകൾ, അതുപോലെ തന്നെ അവധി ഉണ്ടെങ്കിൽ അവധിയുടെ ന്യൂസുകൾ, അതുപോലെ ഇമ്പോർട്ടൻ്റ് വീഡിയോസിൻ്റെയൊക്കെ ലിങ്കുകൾ, ലൈവിൻ്റെ ലിങ്കുകൾ, എല്ലാ കാര്യങ്ങളും അപ്ഡേഷൻസ് ഒന്നും മിസ് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് എജ്യൂപോർട്ടിൻ്റെ കമ്മ്യൂണിറ്റി ചാനലുണ്ട്. CBSEക്കാർക്ക് മാത്രമുള്ള 9ാം ക്ലാസ്സുകാർക്കുള്ള ചാനലാണ്. വേറെ ആരും അതിലുണ്ടാവില്ല. നമ്മളെ ന്യൂസുകൾ മാത്രം. ഓക്കെ. സോ കമൻറ്റ് ബോക്സിൽ ലിങ്ക് ഉണ്ട്. സൂപ്പർ ബാച്ചിൽ ജോയിൻ ചെയ്യണമെങ്കിലും ആ ലിങ്കിൽ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ഫോണ്, പേര് ആൻഡ് ക്ലാസ് അടിച്ചു കൊടുക്കുക. ജോയിൻ കമൻറ്റ് ബോക്സ് നമ്മുടെ കമ്മ്യൂണിറ്റി ജോയിൻ ചെയ്യണമെങ്കിലും ലിങ്കിൽ എന്ത് ചെയ്യണം, ക്ലിക്ക് ചെയ്തിട്ട് ജോയിൻ ചെയ്യാം കേട്ടോ. സോ മക്കൾസ്, ഉഷാറായിട്ട് പഠിക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ജസ്റ്റ് മെസ്സേജ് ചോദിക്കാം കേട്ടോ. സോ താങ്ക് യു. സീ യു നെക്സ്റ്റ് ക്ലാസ്. ബൈ ബൈ.